സ്വന്തം ലിംഗത്തിന് മതിയായ നീളവും വലിപ്പവും ഒന്നുമില്ല എന്നുള്ളത് പുരുഷന്മാർക്ക് പൊതുവെയുള്ള ഒരു ആവലാതിയാണ്. ഈ ഒരു അരക്ഷിതാവസ്ഥ വർദ്ധിക്കുന്നത് പലപ്പോഴും പുരുഷന്മാർ അവരുടെ ലിംഗം മറ്റുള്ള പുരുഷന്മാരുമായിട്ട് താരതമ്യം ചെയ്യുമ്പോഴൊക്കെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കുണ്ടാകേണ്ട ഒരു സംശയം ഇതെങ്ങനെ സാധിക്കുന്നു എന്നാണ്. കാരണം നമ്മളാരും തന്നെ ലിംഗത്തിൻ്റെ വലിപ്പം പരസ്പരം അളന്നു നോക്കാറില്ല. പക്ഷേ പല പുരുഷന്മാരും അവർ അറിയാതെ തന്നെ അവരുടെ ലിംഗത്തിൻ്റെ വലിപ്പം മറ്റുള്ള പുരുഷന്മാരുമായിട്ട് അളന്നു നോക്കുന്ന ഒരു സ്ഥലമുണ്ട്, മൂത്രപ്പുരകൾ. ഇത് നമ്മൾ സ്കൂളിലും കോളേജിലുമൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ നടക്കാറുള്ളത്. പല പുരുഷന്മാരും അവർ അറിയാതെ തന്നെ മൂത്രമൊഴിക്കുന്ന സമയത്ത് അവരുടെ കണ്ണുകൾ തൊട്ടടുത്ത് നിൽക്കുന്ന വ്യക്തിയുടെ ലിംഗത്തിലേക്ക് പോകാറുണ്ട്. ഇത് സംഭവിക്കുന്നത് പ്രധാനമായിട്ടും നമ്മളുടെ ബ്രെയിൻ ബാക്കിയുള്ള മനുഷ്യരുമായിട്ട് നിരന്തരം താരതമ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവയവമായതുകൊണ്ടാണ്. പക്ഷേ ലിംഗവലുപ്പത്തിൻ്റെ കാര്യത്തിൽ ഈ താരതമ്യം ചെയ്യുന്ന ഏർപ്പാട് ആവശ്യമില്ലാത്ത അരക്ഷിതാവസ്ഥയും അപകർഷതാബോധവും ഒക്കെ മാത്രമേ ഉണ്ടാക്കാൻ സാധിക്കത്തുള്ളൂ. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. നമസ്കാരം, എൻ്റെ പേര് സംഗീത് സെബാസ്റ്റ്യൻ. ഞാനൊരു സെക്ഷുവാലിറ്റി റൈറ്ററും സെക്സ് എഡ്യൂക്കേറ്ററുമാണ്. ലൈംഗികതയിൽ ജനങ്ങൾക്ക് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ അറിവുകൾ നൽകുന്നതിനോടൊപ്പം തന്നെ ലൈംഗിക വിദ്യാഭ്യാസമില്ലാതെ ലൈംഗികതയെപ്പറ്റി തള്ളി ജീവിക്കുന്ന സെക്സ് ഡോക്ടർമാരെ തെളിവ് സഹിതം ജനങ്ങൾക്ക് തുറന്നു കാണിക്കുക എന്നുള്ളതുമാണ് വിവോക്സിൻ്റെ സ്ഥാപിത ലക്ഷ്യങ്ങളിലൊന്ന്. പക്ഷേ ആ ഒരു ദൗത്യം വിജയിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ. അപ്പോൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് മറ്റുള്ളവരിൽ എത്തിക്കാൻ പരമാവധി സഹായിക്കുക. പല പുരുഷന്മാരും ഈ പൊതുവിടങ്ങളിൽ മൂത്രമൊഴിക്കാൻ പോകുന്ന സമയത്താണ് അവരുടെ ലിംഗത്തിൻ്റെ വലിപ്പം മറ്റുള്ള പുരുഷന്മാരുമായിട്ടൊക്കെ താരതമ്യം ചെയ്ത് നോക്കാറ്. പക്ഷേ അങ്ങനെ ചെയ്യുന്നതിൽ ഒരു വലിയ അബദ്ധം കൂടിയുണ്ട്. കാരണം ഈ പുരുഷന്മാർക്ക് അറിഞ്ഞുകൂടാത്തത് ലിംഗങ്ങൾ രണ്ട് തരത്തിലുണ്ട്. ഇതിൽ ആദ്യത്തേതിനെ ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് ഗ്രോവേഴ്സ്, രണ്ടാമത്തെ ടൈപ്പാണ് ഷോവേഴ്സ്. നിങ്ങളുടെ ലിംഗത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് ഇതിനെ രണ്ടായിട്ട് തരംതിരിക്കുന്ന വളരെ രസകരമായിട്ടുള്ള ഒരു തരംതിരിവാണ് ഇത്. ഇനി ഈ രണ്ട് ലിംഗങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. ദ ഗ്രോവർ, ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇങ്ങനെയുള്ള ലിംഗങ്ങൾ അതിൻ്റെ വിശ്രമാവസ്ഥയിൽ, അതായത് ഉദ്ധരിക്കാത്ത അവസ്ഥയിൽ, ഇംഗ്ലീഷിൽ ഫ്ലാസിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ആ അവസ്ഥയിൽ കാഴ്ചയിൽ വളരെ ചെറുതായിരിക്കും. എന്നാൽ അത് ഉദ്ധാരണ അവസ്ഥയിലേക്ക് മാറുമ്പോൾ അതിൻ്റെ വലിപ്പത്തിലും നീളത്തിലും വണ്ണത്തിലുമൊക്കെ കാര്യമായ വർധനവ് ഉണ്ടാവുകയും ചെയ്യും. ഇങ്ങനെയുള്ള ലിംഗങ്ങളെ വേണമെങ്കിൽ നമുക്ക് ദ സ്ലീപ്പിംഗ് ജയൻ്റ് എന്നോ ഉറങ്ങുന്ന ഭീമൻ എന്നോ ഒക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. കാരണം ഇങ്ങനെയുള്ള ലിംഗങ്ങൾ ഉണരുമ്പോൾ മാത്രമാണ് അവയുടെ യഥാർത്ഥ വലിപ്പം പ്രകടമാക്കുന്നത്. ഇനി രണ്ടാമത്തെ വിഭാഗമാണ് ദ ഷോവർ. ഈ വിഭാഗത്തിൽപ്പെട്ട ലിംഗങ്ങൾക്ക് അതിൻ്റെ വിശ്രമാവസ്ഥയിലും ഉദ്ധാരണാവസ്ഥയിലും നീളത്തിലും വണ്ണത്തിലുമൊന്നും കാര്യമായ വർധനമൊന്നും ഉണ്ടാകാറില്ല. അതായത് വിശ്രമാവസ്ഥയിൽ പോലും അങ്ങനെയുള്ള ലിംഗങ്ങൾക്ക് സാമാന്യം നല്ല വലിപ്പം തോന്നും. ഈ ലിംഗങ്ങൾ ഉദ്ധരിച്ചാൽ പോലും വലിയ വ്യത്യാസം ഉണ്ടാകത്തുമില്ല. ഇങ്ങനെയുള്ള ലിംഗങ്ങളെ വേണമെങ്കിൽ നമുക്ക് എപ്പോഴും തയ്യാറായ ലിംഗങ്ങൾ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. കാരണം അങ്ങനെയുള്ള ലിംഗങ്ങൾ അവയുടെ യഥാർത്ഥ വലിപ്പം എപ്പോഴും കാണിച്ചുകൊണ്ടേയിരിക്കും. കേട്ടിട്ട് നിങ്ങൾക്ക് വളരെ രസകരമായിട്ട് ഒരുപക്ഷെ തോന്നിയേക്കാം, അല്ലേ? പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം കൂടിയുണ്ട്. എല്ലാ പുരുഷന്മാരും സാങ്കേതികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോവേഴ്സാണ്. അതായത് എല്ലാ പുരുഷന്മാരുടെയും ലിംഗം ഉദ്ധരിക്കുമ്പോൾ വർധനവുണ്ടാകും. വ്യത്യാസമുള്ളത് ആ വർധനവിൻ്റെ തോതിലാണ്. ചിലരിൽ ആ വർധനവ് കൂടുതലായിരിക്കും, മറ്റു ചിലരിൽ അത് വളരെ കുറവായിരിക്കും. എന്തുകൊണ്ടാണ് ഈ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്? ഇതിൻ്റെ പിന്നിൽ പ്രധാനമായിട്ടും 3 കാരണങ്ങളാണ്. ഇതിൽ ആദ്യത്തേത് ജനറ്റിക്സ് ആണ്. ഓരോ വ്യക്തിയുടെയും ലിംഗത്തിൻ്റെ ഘടനയും അതിലെ രക്തക്കുഴലുകളുടെ വിതരണവും ഒക്കെ വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള കാര്യമാണ് ആ ലിംഗത്തിൻ്റെ ഇലാസ്റ്റിസിറ്റിയും അതിലെ കൊളജൻ എന്ന് വിളിക്കുന്ന പ്രോട്ടീൻ്റെ അളവുമൊക്കെ. ഇതൊക്കെ നിങ്ങളുടെ DNA-യിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഇതൊന്നും നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളല്ല. രണ്ടാമത്തെ കാരണമാണ് ജീവിതശൈലി. പുകവലി, മോശമായ ഭക്ഷണശൈലി, വ്യായാമമില്ലാത്ത ജീവിത രീതി എന്ന് തുടങ്ങിയ കാരണങ്ങൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ ബാധിക്കുകയും അത് കാലക്രമേണ നിങ്ങളുടെ ലിംഗത്തിൻ്റെ പ്രവർത്തനത്തെയും അതിൻ്റെ ഇലാസ്റ്റിസിറ്റിയും ഒക്കെ ബാധിക്കുകയും ചെയ്തേക്കാം. മൂന്നാമത്തെ കാരണം പ്രായമാണ്. പുരുഷന്മാർക്ക് പ്രായം കൂടുന്നതിനനുസരിച്ച് അവരുടെ ലിംഗത്തിൻ്റെ കോശങ്ങളുടെ ഇലാസ്റ്റിസിറ്റിയിലും ആ കൊളജൻ്റെ ലെവലിലുമൊക്കെ മാറ്റമുണ്ടാവും. ഇതും ആ ലിംഗത്തിൻ്റെ സ്വഭാവത്തെ ബാധിച്ചേക്കാം. സത്യത്തിൽ ഈ ഒരു വിഷയത്തിൽ കാര്യമായ ഗവേഷണങ്ങൾ ഒന്നും തന്നെ നടന്നിട്ടില്ല എന്നുള്ളതും ഒരു വലിയ പോരായ്മ തന്നെയാണ്. എങ്കിലും 2018 ഇൻ്റർനാഷണൽ ജേർണൽ ഓഫ് ഇമ്പോർട്ടൻസ് റിസർച്ച് ഉദ്ധാരണ പ്രശ്നമുള്ള പുരുഷന്മാരിൽ നടത്തിയ ഒരു പഠനപ്രകാരം ഷോവേഴ്സാണ് ഗ്രോവേഴ്സിനെക്കാട്ടിലും കൂടുതൽ ഉള്ളത് എന്നാണ് കണ്ടെത്തിയത്. ആ പഠനം നടത്തിയ 274 പുരുഷന്മാരിൽ 74% ഷോവേഴ്സ് ആയിരുന്നു. അതായത് ഉദ്ധാരണാവസ്ഥയിൽ ലിംഗത്തിൻ്റെ വലുപ്പത്തിൽ കാര്യമായ വ്യത്യാസം സംഭവിക്കാത്ത പുരുഷന്മാർ. 26% മാത്രമായിരുന്നു ഗ്രോവേഴ്സ്, അതായത് ഉദ്ധാരണത്തിൽ
വലിയ വ്യത്യാസമുണ്ടാകുന്ന ലിംഗങ്ങളുള്ള പുരുഷന്മാർ. ഈ പഠനം ഒരു ചെറിയ വിഭാഗം ആളുകളിൽ മാത്രം നടത്തിയ ഒരു പഠനമായതുകൊണ്ട് തന്നെ ഇതിൻ്റെ കണ്ടെത്തലുകൾ എല്ലാവർക്കും ബാധകമാകണമെന്നില്ല. വേറെ ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് പ്രായം കൂടുന്തോറും പുരുഷന്മാരുടെ ലിംഗങ്ങൾക്ക് ഷോവർ സ്വഭാവം ഉണ്ടാകാനുള്ള സാധ്യത കൂടും എന്നാണ്. ഇതിൻ്റെ കാരണമായിട്ട് പറയുന്നത് നമ്മൾ മുമ്പ് കണ്ട ആ പുരുഷന്മാരുടെ കോശങ്ങളിലുള്ള ഇലാസ്റ്റിസിറ്റിയിലും അതിൻ്റെ കൊളജൻ ലെവലിലുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മാറ്റമാണ്. നിങ്ങളിൽ പലർക്കും ഒരുപക്ഷെ ഇപ്പോൾ തന്നെ മനസ്സിലായി കാണും നിങ്ങളുടെ ലിംഗം ഇതിലേത് വിഭാഗത്തിൽ പെട്ടതാണ് എന്ന്. ഇനി നിങ്ങളുടെ ലിംഗം ഷോവർ ആയാലും ശരി, ഗ്രോവർ ആയാലും ശരി, അതിൻ്റെ സ്വഭാവ സവിശേഷത എന്ത് തന്നെയായാലും അത് നിങ്ങളുടെ ലിംഗത്തിന് ഉദ്ധാരണത്തിലുണ്ടാകുന്ന ആ ബലത്തിനെയോ സെക്സിൽ ഏർപ്പെടാനുള്ള ഒരു കഴിവിനെയോ അല്ലെങ്കിൽ പങ്കാളിയെ സന്തോഷിപ്പിക്കാനുള്ള കഴിവിനെയോ ഒന്നും ഒരു തരത്തിലും ബാധിക്കത്തില്ല. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. ഒരു പുസ്തകത്തെ അതിൻ്റെ കവറിൽ നോക്കി അളക്കരുത് എന്ന്. അതുപോലെ തന്നെയാണ് ലിംഗത്തിൻ്റെ കാര്യം. ഒരു ലിംഗത്തെ അതിൻ്റെ വിശ്രമാവസ്ഥ നോക്കി അല്ലെങ്കിൽ ഉദ്ധരിക്കാത്ത അവസ്ഥ നോക്കി അളക്കരുത്. കാരണം ലിംഗം കാഴ്ചയിൽ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതിലല്ല കാര്യം, മറിച്ച് അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിലാണ്. ഇപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ അണ്ടിൽ നെക്സ്റ്റ് ടൈം, ദിസ് ഇസ് സംഗീത് സെബാസ്റ്റ്യൻ സൈനിങ് ഓഫ് ഫോർ VVox. Just sex, no shame.